AT ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മെയ് 9-ാം തീയതി ഈ വർഷത്തെ SSLC റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവർ അർഹിക്കുന്ന ഉന്നതമായ വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. SSLC റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കും ഉണ്ടാവേണ്ട ചില മാനസിക മുന്നൊരുക്കങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നത്. SSLC കഴിയലോടുകൂടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളിലും മുമ്പെങ്ങുമില്ലാത്ത ഒരുപാട് ആശങ്കകളും പ്രത്യാശകളും രൂപപ്പെടാറുണ്ട്. അതിന്റെ കാരണം, ഒരു കുട്ടിയെ 1-ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ അവിടെ 2 ഓപ്ഷനുകളാണ് വരാറ്. ഒന്ന്, കേരള സിലബസിൽ ചേർക്കണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും CBSE പോലത്തെ മറ്റേതെങ്കിലും സിലബസിൽ ചേർക്കണോ എന്നുള്ളതാണ്. അതവരുടെ സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടുകൾക്കനുസരിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയും. എന്നാൽ SSLC കഴിയലോടുകൂടെ നമുക്ക് മുന്നിൽ 3 സ്ട്രീമും ആ 3 സ്ട്രീമിലൂടെ 46ഓളം സബ്ജക്ട് കോമ്പിനേഷനും വരുന്നുണ്ട്. ഇതിലേത് സെലക്ട് ചെയ്യണം, ഏത് ഓപ്ഷനാണ് ഇതിൽ സെലക്ട് ചെയ്യേണ്ടത്? ഇത് നമുക്ക് മുന്നിലുള്ള വല്ലാത്തൊരു ആശങ്കയാണ്. മാത്രമല്ല, നമുക്കിഷ്ടപ്പെട്ട സ്കൂള് ലഭിക്കുമോ, നമുക്കിഷ്ടപ്പെട്ട ആ സബ്ജക്ട് കോമ്പിനേഷനിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുമോ തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ രക്ഷിതാക്കൾ ഉണ്ടായിത്തീരാറുണ്ട്. സബ്ജക്ട് കോമ്പിനേഷനെ കുറിച്ചും ഏത് സെലക്ട് ചെയ്യണം, അതിന്റെ സ്കോപ്പ് എന്ത് തുടങ്ങിയ വിഷയത്തെക്കുറിച്ച് വിശദമായ മറ്റൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, SSLC കഴിയലോടുകൂടെ അത് നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റുമാണ്. ഈ ടേണിംഗ് പോയിന്റിൽ കൃത്യമായ ദിശയിലേക്ക് തിരിയാൻ അവന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നീട് അവന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ കഴിയണമെന്നില്ല. ചിലപ്പോൾ അഥവാ കഴിയണമെങ്കിൽ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായി വന്നേക്കാം. എന്റെ അധ്യാപന ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഇത്തരത്തിലുള്ള ധാരാളം പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇവിടെ ഏറ്റവും കൃത്യമായ ഡിസിഷൻ എടുക്കേണ്ട സമയമാണിത്. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കും റിസൾട്ട് വന്നതിന് ശേഷം താൻ ഏത് സ്ട്രീമിലൂടെ ഏത് സബ്ജക്ട് കോമ്പിനേഷനിലൂടെ മുന്നോട്ട് പോകണമെന്ന ഒരു ധാരണ രൂപീകരിക്കേണ്ടതുണ്ട്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏകജാലകത്തെക്കുറിച്ചായി, ആ ഏകജാലകത്തിന്റെ ആശങ്കയിലും അതിന്റെ ഇടയിൽ ഒരുപക്ഷെ നമുക്ക് കൃത്യമായി ഡിസിഷൻ എടുക്കാൻ സമയം ലഭിച്ചെന്ന് വരില്ല. ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ അപ്രതീക്ഷിതമായി നാം ഉദ്ദേശിച്ചതല്ലാത്ത മറ്റൊരു സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്യുകയും ഒടുവിൽ ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ ഉൾക്കൊള്ളാൻ കഴിയാതെ വല്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ഏത് സ്ട്രീം സെലക്ട് ചെയ്യണം, ഏത് സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കണം എന്നത് തീരുമാനിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. സ്വാഭാവികമായി ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ ടീനേജിലൂടെയാണ് കടന്നു പോകുന്നത്. ടീനേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റെല്ലാത്തിനേക്കാളും സൗഹൃദത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ്. പലപ്പോഴും പല വിദ്യാർത്ഥികളുടെയും അവരുടെ +2 കോഴ്സും സബ്ജക്ട് കോമ്പിനേഷനും സെലക്ട് ചെയ്യുന്നത് അവരുടെ സൗഹാർദ്ദങ്ങൾ വലിയ പങ്ക് വഹിക്കാറുണ്ട്. ആദ്യമായി വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ തീരുമാനിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു തീരുമാനത്തിൽ നിങ്ങളുടെ സൗഹാർദ്ദം ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം +2 എന്ന് പറയുന്നത് വല്ലാത്തൊരു ലൈഫാണ്, പുതിയൊരു ലൈഫാണ്. അവിടെ നമ്മൾ കണ്ടുമുട്ടേണ്ടത് പുതിയ ഒരുപാട് മുഖങ്ങളാണ്. ഈ സൗഹാർദ്ദങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കോഴ്സ് സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു കോഴ്സുമായി സബ്ജക്റ്റുമായി മുന്നോട്ട് പോവാൻ കഴിയാത്തൊരവസ്ഥ വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് റൂമിൽ ഒന്നിച്ചിരുന്നാൽ മാത്രമേ സൗഹാർദ്ദം ഉണ്ടാവുക എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയിട്ട് ആ സൗഹാർദ്ദം നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടയാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന +2 കോഴ്സ് എന്ന ഒരു ധാരണ ഒന്നാമതായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം,
ഏത് സ്ട്രീം എടുക്കണം എന്നതിനെക്കുറിച്ച് സമൂഹത്തിലൊരു തെറ്റായ ധാരണയുണ്ട്. നന്നായി മാർക്ക് കിട്ടിയാൽ അവൻ സയൻസ് എടുക്കുക, മാർക്ക് അല്പം കുറഞ്ഞ കൊമേഴ്സ്, കുറച്ചും കൂടെ കുറയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ്. ഇത് സമൂഹത്തിൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ്. അതും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരിക്കലും ഒരു ഘടകമായി മാറാൻ പാടില്ല. ഓരോ കോഴ്സിനും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്, അതിൻ്റെതായ അനന്തമായ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ തിരിച്ചറിയുക. 10 വർഷത്തിനപ്പുറത്ത് ഞാൻ ആരായി തീരണം, എന്തായി തീരണമെന്ന് മുൻകൂട്ടി കണക്കാക്കുകയും മുൻകൂട്ടി ധാരണയിലെത്തുകയും ശേഷം അതിന്റെ ആദ്യത്തെ ചവിട്ടുപടി എന്ന നിലക്ക്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലക്ക് +2 കാണുകയും അതിനാവശ്യമായ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേറ്റവും അവിഭാജ്യ ഘടകം ഓരോ വിദ്യാർത്ഥിയുടെയും ആപ്റ്റിറ്റ്യൂഡുമാണ്. അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ താല്പര്യവുമാവണം അവരുടെ മുന്നോട്ടുള്ള ഗമനത്തിന് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. അതല്ലാത്തതെല്ലാം ആ ലക്ഷ്യത്തിൽ നിന്ന് വിരുദ്ധമായി വരുന്ന മുഴുവനും തള്ളിക്കളയണം, അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്ജക്ട് കോമ്പിനേഷൻ തന്റെ അടുത്ത് താൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോഴ്സിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്നവരുണ്ടായേക്കാം. അത്തരം ആളുകൾ ആ കോഴ്സ് ഉള്ള സ്ഥലത്ത് പോയി പഠിക്കാൻ മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ഇനി കോഴ്സിലപ്പുറത്തേക്ക് സ്കൂളിന് പ്രാധാന്യം നൽകുകയാണെങ്കിൽ ആ സ്കൂളിൽ അവന്റെ ലക്ഷ്യത്തോടെ ഏകദേശം സാമ്യമുള്ള ആ കോഴ്സിനെ സെലക്ട് ചെയ്യുക. ഇനി ഒരു വിദ്യാർത്ഥിയുടെ ആപ്റ്റിറ്റ്യൂഡ്